കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകാൻ ശ്രമമെന്ന് പരാതി. ആലപ്പുഴ വള്ളികുന്നം SHO മിനുകുമാറിനെതിരെയാണ് തിരുവനന്തപുരം പൗടിക്കോണം സ്വദേശി ഹരിലാലിന്റെ പരാതി. വധശ്രമ കുറ്റം ചുമത്തി ഹരിലാലിനെ അറസ്റ്റ് ചെയ്തെങ്കിലും 15 വർഷം പിന്നിട്ടിട്ടും കുറ്റപത്രം പോലും സമർപ്പിച്ചിട്ടില്ല. കള്ളക്കേസായതിനാലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതെന്ന് ഹരിലാൽ ആരോപിക്കുന്നു. എന്നെ 2008 പിടിച്ചുകൊണ്ട് മൃഗീയമായി ഉപദ്രവിക്കുകയും മാനുഷിക പരിഗണന പോലും നൽകാതെ എന്നെ അത്രമാത്രം ഉപദ്രവിക്കുകയും ചെയ്തു. അന്ന് CA ആയിരുന്ന മെഡിക്കൽ കോളേജ് CA ആയിരുന്ന സുരേഷ് കുമാർ ഉൾപ്പെടെ ഇതിൽ പങ്കാളിയായിരുന്നു. എന്നെ മുളകുകൾ കണ്ണിലൊഴിക്കുവാനും മറ്റും ഇവർ രണ്ടുപേരും വളരെയധികം ജാഗ്രതയിലാണ്. ഈ കള്ളക്കേസെടുത്ത ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുത്തിയാൽ ഇത് ഹൈക്കോടതി മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇത് ഒരു നല്ല ഒരു സന്ദേശമായിരിക്കില്ല കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനെ ഒരു കാരണവശാലും സ്ഥാനക്കയറ്റം കൊടുക്കരുതെന്നും ഈ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി അന്വേഷണം നടത്തി വകുപ്പ് തല നടപടികൾ സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഇതിൽ 8 പ്രതികളുണ്ടായിട്ടും 16 വർഷമായിട്ടും എന്നെ അല്ലാതെ ഒരു പ്രതിയെ പോലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യുകയോ 16 വർഷമായിട്ടും ചാർജ് കോടതിയിൽ കൊടുക്കുവാനും സാധിച്ചിട്ടില്ല. മനഃപൂർവ്വം രാഷ്ട്രീയ വിരോധത്താൽ കള്ളക്കേസ് ഉണ്ടാക്കി 21 ദിവസം ജയിലിൽ കിടക്കുകയും എനിക്ക് എൻ്റെ മകൻ്റെയോ അടുത്ത് പോകാൻ പോലും പാസ്പോർട്ട് എടുക്കുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാക്കി. നിരന്തരമായി കാപ്പ കേസുകൾ ഉൾപ്പെടുത്തി 6 ദിവസം കഴിയുമ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വിട്ടയച്ചു. റൗഡി ഹിസ്റ്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി റൗഡി ഹിസ്റ്ററി ഷീറ്റ് റദ്ദാക്കി. നിരന്തരമായി പോലീസിൽ നിന്നും ഇതേപോലെയുള്ള ദുഷ്അനുഭവങ്ങളാണ്. ഞാൻ BJP പ്രവർത്തകനായിരുന്നു. ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്നെ അന്നത്തെ മെഡിക്കൽ കോളേജ് CA ആയിരുന്ന T സുരേഷ് ഒരുപാട് ദേഹോപദ്രവം ഏൽപ്പിച്ചു. ആ വിവരം ഞാൻ കോടതി മുമ്പാകെ എന്നെ റിമാൻഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു. ആ വിരോധം തീർക്കുവാൻ വേണ്ടി മാത്രമാണ് 2008 ഈ മിനുകുമാർ എന്നെ ഈ കള്ളക്കേസിൽ പ്രതിയാക്കിയത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, എന്താണ് ഈ കള്ളക്കേസിൻ്റെ കാര്യം പറയുന്നത് ഹരിലാൽ? മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോൾ സ്ഥാനക്കയറ്റം നൽകാൻ ശ്രമം നടക്കുന്നതായി കൂടി ആരോപണമുണ്ടല്ലോ. വീണ, തിരുവനന്തപുരത്ത് പൗടിക്കോണം സ്വദേശിയാണ് ഈ പരാതിക്കാരൻ ഹരിലാൽ എന്ന് പറയുന്ന പരാതിക്കാരൻ. അദ്ദേഹത്തെ കള്ളക്കേസ് പോലീസ് കുടുക്കിയതാണ് ഇപ്പോൾ അദ്ദേഹം ആരോപിക്കുന്നത്. അതായത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇതിനു മുമ്പ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ക്രൂരമായ ശാരീരിക പീഡനങ്ങളടക്കം ഈ ഹരിലാലിനെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം തുറന്ന കോടതിയിൽ അന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതായത് തുറന്ന കോടതിയിൽ ജഡ്ജിനോട് പറയുകയും ചെയ്തു. ഇതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിലാണ് അന്ന് പോലീസുകാർക്ക് വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു പ്രതികാരമായിട്ടാണ് രണ്ടാമത് ഒരു കേസ് കെട്ടിച്ചമച്ചതെന്നാണ് ഈ ഹരിലാല് പറയുന്നത്. അതായത് ഈ കേസ് മറ്റൊരു കേസുമായി ഇതിന്റെ ഒരു പ്രതികാര നടപടി എന്ന അന്നത്തെ ശ്രീകാര്യം SI ആയിരുന്ന മിനുകുമാർ കേസ് കെട്ടിച്ചമച്ചു എന്നാണ് ഇപ്പോൾ ഹരിലാൽ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരു അടിപിടി കേസുമായി ബന്ധപ്പെട്ട ഒരാൾ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വധശ്രമമാണ്. ആ വധശ്രമത്തിന് കേസ് ചുമത്തിയാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്, ഹരിലാലിനെ അറസ്റ്റ് ചെയ്യുന്നത്. മൊത്തത്തിൽ ആ കേസിൽ 8 പ്രതികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആ 8 പ്രതികളിൽ ആകെ അറസ്റ്റ് ചെയ്ത ഒരേ ഒരു വ്യക്തി ഹരിലാൽ മാത്രമല്ല ഈ 2008 ഈ സംഭവം നടക്കുന്നത്. 2008 സംഭവം നടന്ന് ഈ 16 വർഷം പിന്നിടുമ്പോഴും ആ കേസിൽ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കുവാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതിനിടയിൽ മിനുകുമാർ അവിടുന്ന് ട്രാൻസ്ഫറായി മറ്റ് സ്റ്റേഷനിലേക്ക് പോയി. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്റ്റേഷനിലെ SHO ആണ് മിനുകുമാർ. ആ SHO ആണ് ഇപ്പോൾ സ്ഥാനക്കയറ്റം നടത്താൻ തീരുമാനത്തിലേക്ക് സർക്കാരും എത്തിയിരിക്കുന്നതാണ് ഈ ഹരിലാൽ ആരോപിക്കുന്നത്. കാപ്പ കേസ് ചുമത്തിയാണ് മിനുകുമാറിനെ ഈ കേസിൽ, അതായത് ഈ വധശ്രമം ചുമത്തിയുള്ള കേസിൽ മിനുകുമാർ ഈ ഹരിലാലിനെ അറസ്റ്റ് ചെയ്ത് നിരവധി തവണ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനെയും ഹൈക്കോടതി അടക്കം സമീപിക്കുകയും അവിടുന്നെല്ലാം മനുഷ്യാവകാശ കമ്മീഷന്റെ അടക്കം ഉത്തരവുകൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഈ കേസിന്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ കേസ് എടുത്തു കളയുന്നതോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോലീസും എന്നെത്തിയിട്ടുമില്ല. നിരവധി തവണ ഈ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഹരിലാലിന് ഉണ്ടാകുകയും ചെയ്തു. ഇതാണ് ഹരിലാൽ പരാതിയായിട്ട് പറയുന്നത്. അതായത് ഒരു 8 പേരടങ്ങുന്ന ഒരു കേസായിരുന്നു
ആ കേസിൽ മറ്റു പ്രതികളെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ വധശ്രമം ചുമത്തിയുള്ള കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പരാതി എടുക്കുമ്പോൾ ഈ വധശ്രമത്തിന് അല്ലെങ്കിൽ പരാതിക്കാരൻ ആശുപത്രി പോയതിന്റെ ട്രീറ്റ്മെന്റിന്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളൊന്നും പോലീസിന്റെ പക്കൽ ഇല്ലാതാനും. കാരണം അങ്ങനെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ അടക്കമുള്ള ഒരു രേഖകൾ ഇല്ലാതെയാണ് പോലീസ് കേസെടുത്തത്, ബിനുകുമാർ കേസെടുത്തത് എന്നാണ് ഇപ്പോൾ ഹരിലാൽ ആരോപിക്കുന്നത്. ഇതിന്റെ പേരിൽ ഒട്ടേറെ മാനസിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 16 വർഷത്തോളമായി താൻ പീഡനങ്ങൾക്ക് നിരന്തരം മാനസികമായും ഉള്ള പീഡനങ്ങൾക്ക് വിധേയമായി നിൽക്കുകയാണ്. തനിക്ക് മറ്റ് യാത്രകൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ നിരന്തരം പോലീസിന്റേതായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. തനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഈ ഹരിലാൽ ഇപ്പോൾ ആരോപിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കുറ്റപത്രം പോലും സമർപ്പിക്കാതിരിക്കുന്ന സാഹചര്യം. 10 കൊല്ലത്തിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞു, അതിനുശേഷവും കുറ്റപത്രം കഴിഞ്ഞില്ല. ഇപ്പോൾ അത് ആ കേസ് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കേസിന്റെ ഗതി മുന്നോട്ട് പോകാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കുറ്റം ചുമത്തുകയും കാപ്പ കേസ് അടക്കം ചുമത്തിക്കൊണ്ട് ഒരു ഗുണ്ടാ ലിസ്റ്റിലേക്ക് നീങ്ങുന്ന രീതിയിലേക്ക് ഈ ഹരിലാലിന്റെ ജീവിതം വഴിമാറുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഹരിലാൽ പരാതിയായി നൽകിയത്. ഈ വിഷയം മുൻപ് ഉണ്ടായ ഒരു രാഷ്ട്രീയ കേസിൽ ഈ ബിനുകുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഹരിലാലിനെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ക്രൂരമായി, അതായത് തലകീടായി കെട്ടി നിർത്തിക്കൊണ്ട് ക്രൂരമായ മർദ്ദന മുറകൾക്ക് വിധേയമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ വിവരം തുറന്ന കോടതിയിൽ സമ്മതിച്ചു, അല്ലെങ്കിൽ തുറന്ന കോടതിക്ക് മുന്നിൽ ഇത് ബോധിപ്പിച്ചു എന്നൊരു ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ മറ്റൊരു കേസ് കെട്ടിച്ചമച്ചുകൊണ്ട്, അല്ലെങ്കിൽ അന്നത്തെ ശ്രീകാര്യം SI ആയിരുന്ന ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ മറ്റൊരു കേസ് കെട്ടിച്ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ പീഡിപ്പിക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് ഇപ്പോൾ അദ്ദേഹം പരാതി പറയുന്നത്. അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്ന് തനിക്ക് നീതി ഉണ്ടാകണം. ആ നീതി ഉണ്ടാകുക മാത്രമല്ല, ഇത്തരത്തിൽ കൃത്യനിർവഹണത്തെ അതിൽ തടസ്സം നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ നിന്നുകൊണ്ട് കൃത്യനിർവഹണം ശരിയായ രീതിയിൽ നടത്താത്ത ഒരു ഉദ്യോഗസ്ഥനെ വീണ്ടും സ്ഥാനക്കയറ്റം നൽകിയ സർക്കാർ ആദരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു നടപടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹരിലാൽ രംഗത്ത് വന്നിരിക്കുന്നത്. വീണ.